ഹലോ മക്കളെ, നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് സുവോളജിയിലെ ഏറ്റവും വലിയ ചാപ്റ്റർ ആണ് അനിമൽ കിങ്ഡം അല്ലെ. സോ ആ ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു തീർത്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ നിന്ന് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്ഥിരം വരാറുള്ള ഒരു ഫ്ലോ ചാർട്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് സെറ്റായിട്ട് നമ്മൾ പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്കിങ് പോരും. ഓക്കെ, നമ്മൾ ആ മാർക്കിങ് എടുക്കുക. സോ ആ മാർക്കിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ ഇതാ പഠിക്കാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ വെർട്ടിബ്രേറ്റ എന്ന് പറയുന്ന കോർഡേറ്റയിലെ മൂന്നാമത്തെ കാറ്റഗറി അല്ലെ, സെഫാല കോർഡേറ്റയും യൂറോ കോർഡേറ്റയും കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ കാറ്റഗറിയാണ് വെർട്ടിബ്രേറ്റ. ഈ വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ എപ്പോഴും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കതങ്ങ് പഠിച്ചെടുത്താലോ. വെർട്ടിബ്രേറ്റയെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഡിവിഷൻസ് ആണ് അതിനുള്ളത്. ഒന്നെന്ന് പറയുന്നത് അഗ്നാത്ത, രണ്ടാമത്തത് നാത്തോസ്റ്റൊമാറ്റ. അഗ്നാത്ത, നാത്തോസ്റ്റൊമാറ്റ. അഗ്നാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോ ഉണ്ടല്ലോ, നമുക്കിവിടെ ഒരു ജോ ഇല്ലേ, ജോ. ഈ ജോ ഇല്ലാത്തവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അഗ്നാത്ത എന്ന് വിളിക്കുന്നത്. അഗ്നാത്ത ഇല്ല, അവർക്ക് ജോ ഇല്ല. ഓക്കെ, അഗ്നാത്ത ജോ ഇല്ലാത്തവർ. ജോ ഇല്ലാത്തവരെയാണ് ദേ ലാക്ക് ജോ, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഗ്നാത്ത എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജോ ഇല്ലാത്തൊരു മൗത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഇങ്ങനെ വട്ടത്തിലായിരിക്കും ഇരിക്കുന്നത് അല്ലേ. യെസ്, ഒരു സൈക്ലോ പോലെ. സോ അതിൽ വരുന്ന ഒരൊറ്റ ക്ലാസ്സേ നമുക്ക് പഠിക്കാനുള്ളൂ, സൈക്ലോസ്റ്റൊമാറ്റ. ഓക്കെ, സൈക്ലോസ്റ്റൊമാറ്റ. ക്ലിയർ ആണല്ലോ. സൈക്കിള് പോലെ ഇരിക്കും, വട്ടത്തിലിരിക്കും, അങ്ങനെ അങ്ങ് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ അഗ്നാത്തിൽ വരുന്ന ഒരൊറ്റ ക്ലാസ്സേ ഉള്ളൂ. അപ്പൊ അഗ്നാത്തിൽ ഒരൊറ്റ ക്ലാസ്സേ വരുന്നുള്ളൂ. ആ ക്ലാസ് ഏതാണ്? സൈക്ലോസ്റ്റൊമാറ്റ. വട്ടത്തിലുള്ള മൗത്ത് ഉള്ളവർ അല്ലെ, അങ്ങനെ തന്നെ നമ്മൾ അതിന്റെ ക്യാരക്ടർ പഠിക്കുന്നത്. ഓക്കെ, സക്കിംഗ് ടൈപ്പ് മൗത്ത് ഉള്ളവർ എന്ന് പറയും, സർക്കുലാർ മൗത്ത് ഉള്ളവർ, സൈക്കിള് പോലുള്ള മൗത്ത് ഉള്ളവർ, അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചോളൂ. അപ്പോൾ സൈക്ലോസ്റ്റൊമാറ്റ ആണ് അതിന്റെ എക്സാമ്പിൾ, സൈക്ലോസ്റ്റൊമാറ്റ. അടുത്ത രണ്ടാമത്തത് നാത്തോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ എന്തുള്ളവരായിരിക്കും? ജോ ഉള്ളവർ. ജോ ഉള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാത്തോസ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത്. they bear jaw. അവർക്ക് ജോ ഉള്ളവരായിരിക്കും. അവരെ നമ്മൾ രണ്ട് സൂപ്പർ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യും. രണ്ട് സൂപ്പർ ക്ലാസ്സസ്. ഒന്നാമത്തെ പിസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിഷസ് ആണ്. ഈ ഫിഷുകളെ, മീൻ വളർത്തലിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? പിസി കൾച്ചർ എന്നല്ലയോ. അപ്പോൾ പിസി എന്നൊക്കെ നമ്മൾ ആദ്യമേ കേട്ടത്. പിസസ് എന്ന് പറഞ്ഞാൽ ഫിഷസ് ആണ്. പിസി കൾച്ചർ എന്ന് പറഞ്ഞാൽ മീൻ വളർത്തലാണ്. അപ്പോൾ പിസസ് അഥവാ ഫിഷസ്, അവർക്ക് ശരീരത്തിൽ എന്തുണ്ട്? ചിറകുകളുണ്ട്, കുഞ്ഞു ചിറകുകളുണ്ട്. നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ചിറകൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയും അല്ലേ. അതാണ് ഫിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫിൻസ് ഉള്ളവർ, ചിറകുള്ളവരാണ് പിസസ് എന്ന് പറയുന്നത്. ഇവർക്ക് രണ്ടായിട്ട് നമുക്ക് ഇവരെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കാർട്ടിലേജിനസ് ഫിഷസ് എന്നും അതുപോലെ ബോണി ഫിഷസ് എന്നും. ഓക്കെ, കാർട്ടിലേജിനസ് ഫിഷസ് എന്നും ബോണി ഫിഷസ് എന്നും. അതായത് മക്കളെ, നമുക്ക് ശരീരത്തിനകത്ത് സ്കെലറ്റൽ സിസ്റ്റം ഉണ്ട് അല്ലെ, എൻഡോസ്കെലറ്റൻ. നമ്മുടെ ബോഡിക്ക് ഉള്ളിൽ സ്കെലറ്റൽ സിസ്റ്റം ഉണ്ട്. നമ്മുടെ സ്കെലറ്റൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ബോണ് കൊണ്ടാണ് അല്ലെ. ബോണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന എൻഡോസ്കെലറ്റൻ ഉള്ള ജീവികളെയാണ് അല്ലെങ്കിൽ മീനുകളെയാണ് നമ്മൾ ബോണി ഫിഷസ് അഥവാ ഓസ്റ്റിക്ടൈസ് എന്ന് വിളിക്കുന്നത്. ഓസ്റ്റിക്ടൈസ്, ഓസ്റ്റിയോ എന്നൊക്കെ പറഞ്ഞാൽ എല്ലെന്നാണ് കേട്ടോ. ഓസ്റ്റിയോപൊറോസിസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓസ്റ്റിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എല്ലുകളാണ്. അപ്പോൾ ഓസ്റ്റിക്ടൈസ് എന്ന് പറഞ്ഞാൽ ബോണി ഫിഷസ് ആണ്. പക്ഷേ ചില മീനുകളുടെ എൻഡോസ്കെലറ്റൻ ഉണ്ടാക്കിയിരിക്കുന്ന കാർട്ടിലേജ് കൊണ്ടാണ്. കാർട്ടിലേജ് നമ്മളെ ബോഡിയിൽ എവിടെയാണ് ഉള്ളത്? മൂക്കിൽ കാർട്ടിലേജ് ഉണ്ട്, ചെവിയിൽ കാർട്ടിലേജ് ഉണ്ട്, നമ്മുടെ വെർട്ടിബിൾ കോളത്തിന്റെ ഇടയിൽ കാർട്ടിലേജ് ഉണ്ട്. അതാണ് കാർട്ടിലേജ്. ഈ കാർട്ടിലേജ് കൊണ്ടുള്ള എൻഡോസ്കെലറ്റൻ ഉള്ള ഫിഷസ് ഉണ്ട്. അത്തരം ഫിഷുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രിക്ടൈസ്. ദേ ആർ കോൾഡ് കോൺട്രിക്ടൈസ്. ഓക്കെ, അപ്പൊ കോൺട്രിക്ടൈസ് കാർട്ടിലേജിനസ് ഫിഷസ്, ഓസ്റ്റിക്ടൈസ് ബോണി ഫിഷസ്. ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ നിങ്ങൾ ഇത്ര ഡീറ്റെയിൽ ഒന്നും വേണ്ട. ജസ്റ്റ് കോൺട്രിക്ടൈസ് എന്നും ഓസ്റ്റിക്ടൈസ് എന്നും മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ മക്കളെ, സോ കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസുമാണ് അതിനകത്ത് വരുന്ന ക്ലാസ്സുകൾ. അപ്പൊ സൂപ്പർ ക്ലാസ് പിസസ് നമ്മൾ പഠിച്ചെടുത്തു. സൂപ്പർ ക്ലാസ് പിസസിൽ വരുന്ന ആരൊക്കെയാ? കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസും. അടുത്തത് ടെട്രാപോഡ. ഓക്കെ, രണ്ടാമത്തെ സൂപ്പർ ക്ലാസ് ആണ് ടെട്രാപോഡ. ടെട്രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4, പോഡാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോടാന്നാണോ? അല്ല, പോഡാ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകാലികൾ എന്നാണ്. സോ ടെട്രാപോഡ എന്ന് വെച്ചാൽ 4 കാലികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് കൈകാലികൾ അഥവാ ലിംസ് ഉണ്ടാകും, അതുകൊണ്ടാണ് അവരെ ടെട്രാപോഡ എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള 4 ആൾക്കാരാണ് വരുന്നത്. ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, പിന്നെ നമ്മളെല്ലാവരും വരുന്ന മാമൽസ്. അപ്പൊ ഇത്രയും പേരാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷെ ഇവരുടെ പേരൊക്കെ കുറച്ച് സ്റ്റൈലൻ പേരുകളാണ്. അപ്പൊ ഇവരുടെ പേര് നമുക്ക് നോക്കാം. ക്ലാസ്സുകൾ: ആംഫീബിയ, റെപ്റ്റീലിയ,
ഏവ്സ്. ഏവ്സ് എന്ന് പറഞ്ഞാൽ പക്ഷികളാണ് കേട്ടോ. ഏവിയേഷൻ നമ്മൾ സാധാരണ ഈ പറയുന്ന ഫ്ലൈറ്റിൽ ഓടിക്കാനൊക്കെ പഠിക്കാൻ പോകുന്നത് ഏവിയേഷൻ പഠിക്കാൻ പോകുന്നത് പറയില്ലേ, അതാണ് ഏവ്സ് എന്ന് പറഞ്ഞാൽ പക്ഷികൾ, പറക്കുന്നവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഏവ്സ്. ഓക്കെ, അടുത്തത് മാമൽസ്, നമ്മളെല്ലാം വരുന്ന മാമൽസ്. ഇത്രയുമാണ് അതിനകത്ത് വരുന്ന ക്ലാസ്സസ്. വേഗം ഒന്ന് പറയാം ഒന്നുകൂടി. വെർട്ടിബ്രേറ്റ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. മക്കളെ എൻ്റെ കൂടെ ഒന്ന് കാണാതെ പറഞ്ഞു നോക്ക്. അഗ്നാത്ത, നാത്തോസ്റ്റൊമാറ്റ. അഗ്നാത്ത സൈക്ലോസ്റ്റൊമാറ്റ ആണ് അതിനകത്ത് വരുന്ന ക്ലാസ് എന്ന് പറയുന്നത്. അതിനകത്ത് നാത്തോസ്റ്റൊമാറ്റയ്ക്ക് 2 സൂപ്പർ ക്ലാസ്സുകളുണ്ട്. ഏതൊക്കെയാ? പിസസും ടെട്രാപോഡയും. പിസസ് 2 ടൈപ്പ് ക്ലാസ്സുകളാണ് ഉള്ളത്, കോൺട്രക്ടൈസും ഓസ്റ്റിക്ടൈസും. ടെട്രാപോഡ 4 ടൈപ്പ് ക്ലാസ്സുകളാണ് വരുന്നത്. ഏതൊക്കെയാ? ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മാമൽസ്. അപ്പൊ നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി നോക്കിയാലോ. എങ്ങനെയാ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് അറിയണ്ടേ? ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുക. വെർട്ടിബ്രേറ്റഡ് ഡിവിഷൻ അവർ തന്നിട്ടുണ്ട്, അഗ്നാത്ത എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുക അതിനകത്തുള്ള ക്ലാസ് ഏതെന്ന്. അഗ്നാത്ത ജോ ഇല്ലാത്തവരല്ലേ, അപ്പൊ ക്ലാസ് ഏതായിരിക്കും? സൈക്ലോസ്റ്റൊമാറ്റ. അപ്പൊ സൈക്ലോസ്റ്റൊമാറ്റയാണ് അതിന്റെ ക്ലാസ് എന്ന് പറയുന്നത്. അഗ്നാത്ത ആണെങ്കിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഏതാ? അതിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിരിക്കുകയാണ് അല്ലെ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഏതാ മക്കളെ? രണ്ടാമത്തെ എന്ന് പറയുന്നത് നാത്തോസ്റ്റൊമാറ്റ. അപ്പൊ ഇവിടെ എ എന്തെന്ന് എഴുതും നമ്മൾ? നാത്തോസ്റ്റൊമാറ്റ. അതിന് 2 സൂപ്പർ ക്ലാസ്സുകൾ ഉണ്ട് അല്ലെ. ഒന്ന് പിസസ്, ഫിഷസ്. രണ്ടാമത്തെ 4 കാലികൾ. എന്തായിരുന്നു എന്റെ പേര്? ടെട്രാപോഡ. അപ്പൊ നമ്മളിവിടെ എന്തെഴുതും? ടെട്രാപോഡ എന്ന് എഴുതും അല്ലെ. അതിന്റെ ക്ലാസ് കോൺട്രക്ടൈസും, പിന്നെ എന്തായിരുന്നു? ഓസ്റ്റിക്ടൈസ്, നമ്മുടെ ബോണി ഫിഷസ് അല്ലെ, ഓസ്റ്റിക്ടൈസും. അടുത്ത ക്ലാസ്സസ്, ബാക്കിയുള്ള ക്ലാസ്സസ് എല്ലാം അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് പ്രീവിയസ്ലി ചോദിക്കുന്ന മോഡൽ എന്ന് പറയുന്നത്. ഇതേപോലൊരു മോഡൽ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇനിയും വരാൻ സാധ്യത. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഈ ടോപ്പിക്ക്. ഉറപ്പാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ആർക്കും ആ മാർക്ക് മിസ്സാകരുത്, കൃത്യമായിട്ട് നേടിയെടുക്കുക. ഓക്കെ, സോ മറ്റൊരു ടോപ്പിക്കിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഐ എം ഡോക്ടർ മനു. ബൈ ഫോർ നൗ.